ആശുപത്രിയിലേക്ക് പോയ ചെറിയൊരു ഇടവേള. പക്ഷെ ആ സമയം മതിയായിരുന്നു ഒരു ബൈക്കിനെ പൂർണ്ണമായും പൊളിച്ചെടുക്കാൻ. പാലാവയിൽ നടന്ന ഈ സംഭവം ഉടമയ്ക്ക് ഞെട്ടലും കേട്ടവർക്ക് അമ്പരപ്പും നൽകുന്നതാണ്. ചെറിയൊരു അപകടത്തിന് പിന്നാലെ ബൈക്ക് വഴിയരികിൽ വെച്ച് ആശുപത്രിയിലേക്ക് പോയപ്പോൾ സ്വന്തം ബൈക്ക് ഇത്തരമൊരു അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് പാലാവയിൽ സ്വദേശിയായ സോജൻ പാമ്പയ്ക്കൽ കരുതിയിരുന്നില്ല. സോജൻ വിളിച്ചു പറഞ്ഞതിനനുസരിച്ച് ബൈക്ക് എടുക്കാനായി വർക്ക്ഷോപ്പ് ജീവനക്കാരൻ എത്തുമ്പോഴേക്കും ബൈക്ക് വെച്ച സ്ഥലത്തിന് സമീപത്തെ വീട്ടിലെ യുവാവ് അത് പൂർണ്ണമായും തകർത്ത നിലയിലായിരുന്നു. ചെറിയ ചെറിയ പാർട്സുകൾ പോലും അഴിച്ചുമാറ്റിയ ബൈക്കിന്റെ മുൻചക്രം, സീറ്റ്, എൻജിൻ, ഹെഡ്ലൈറ്റ്, ഹാൻഡിൽ എന്നിവ എല്ലാം വേർതിരിച്ച് വീട്ടുമുറ്റത്ത് ചിതറിക്കിടക്കുകയായിരുന്നു. വണ്ടിയുടെ ഫ്രണ്ട് മൊത്തം അഴിച്ചു. അതായത് ഫോർക്ക്, വീല്, അതിൻ്റെ ക്രാഷ് ഗാർഡ്, അതിൻ്റെ ഹാൻഡിൽ ഇതെല്ലാം കഴിച്ചു. എൻജിനിലേക്ക് തൊട്ടതേ ഉള്ളൂ. എൻജിൻ്റെ സ്പാർക്ക് പ്ലഗ് എല്ലാം അഴിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അതിൻ്റെ പൂർണ്ണമായിട്ട് അതിലോട്ട് കയറിയില്ല. അത് കയറിയായിരുന്നെങ്കിൽ പിന്നെ വണ്ടി ഉപേക്ഷിക്കുന്നത് തുല്യമായി. എനിക്ക് തോന്നുന്നത് പുള്ളി അത് അഴിച്ചെല്ലാം പാഴ്സാക്കി ആക്രിക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു അന്നേരം എനിക്ക് തോന്നിയത്. വർക്ക്ഷോപ്പ് ജീവനക്കാരൻ വിവരമറിയിച്ചതിനെ തുടർന്ന് സോജൻ ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. സംഭവ വിവരം കേട്ടപ്പോൾ തന്നെ പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞു. പ്രദേശത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നയാളാണെന്ന് പോലീസ് വ്യക്തമാക്കി. തുടർന്ന് പോലീസിനൊപ്പം സ്ഥലത്തെത്തി ബൈക്കിന്റെ ഭാഗങ്ങൾ ശേഖരിച്ച് ജീപ്പിൽ കയറ്റി വർക്ക്ഷോപ്പിലേക്ക് മാറ്റി. അപകടത്തിൽ ചെറിയ കേടുപാടുകൾ മാത്രമുണ്ടായിരുന്ന ബൈക്ക് ഇപ്പോൾ പൂർണ്ണമായും പുനരുദ്ധരിക്കാൻ വലിയ ചിലവ് വരുമെന്നാണ് വിലയിരുത്തൽ. വ്യാഴാഴ്ച വരക്കാടിനും നർക്കലക്കാടിനും ഇടയിൽ വെച്ചാണ് സോജന് അപകടം സംഭവിച്ചത്. ബൈക്ക് ഓടിക്കുമ്പോൾ കടുത്ത വേനൽ ചൂട് മൂലമുള്ള ക്ഷീണത്തിൽ ചെറിയൊരു മയക്കം വന്നതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് സമീപത്തെ കാനയിലേക്ക് തെറിച്ചു മറിഞ്ഞിരുന്നു. തുടർന്ന് സോജൻ ബൈക്ക് വഴിയരികിൽ വെച്ച് മറ്റൊരു വാഹനത്തിൽ ആശുപത്രിയിലേക്ക് പോകുകയായിരുന്നു. ഞാൻ വെള്ളരിക്കുണ്ടിന് യാത്ര ചെയ്യായിരുന്നു. ഞാൻ ജിയോ എയർ ഫൈബറിൻ്റെ ടെക്നീഷ്യനാണ്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി പോയപ്പം ആണ് ഈ വരക്കാട് വെച്ചാണ് ഈ സംഭവം നടന്നത്. ചെറുതായിട്ട് ഉച്ച സമയമായതുകൊണ്ട് ഒരു 2:15 ആ സമയമായി. ആ സമയത്ത് എനിക്ക് ചെറിയ ഓർക്കം വരികയും ഞാൻ വളവായതുകൊണ്ട് സൈഡിലേക്ക് പോയി സ്കിഡായി മറിഞ്ഞു. വണ്ടി പിന്നെ നോർക്കാൻ വേണ്ടിയിട്ട് 2 വ്യക്തികളും അന്നേരം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ 2 സ്കൂട്ടറിൽ 2 പെൺപിള്ളേരും വന്നിരുന്നു. അതിലൊരു പെൺകൊച്ചാണ് എന്നെ ആശുപത്രിയിൽ എത്തിച്ചത്. അതേ തുടർന്ന് ഈ വണ്ടി പൊക്കി വെച്ചിരുന്ന അതിലൊരു വ്യക്തി എന്നെ പിന്തുടർന്ന് ആശുപത്രിയിൽ വരികയും അന്നേരം നർക്കലക്കാട് എത്തിയപ്പോൾ അവിടെ ആശുപത്രി ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു. തുടർന്ന് ഈ വ്യക്തിയാണ് എന്നെ ചിറ്റാക്കൽ എത്തിച്ചത്. ചിറ്റാക്കലിൽ ഞാൻ ഓട്ടോ സെൻറ്റ് സെബാസ്റ്റ്യൻ ഹോസ്പിറ്റലിലേക്ക് എത്തുകയും അവിടെ ചികിത്സ തേടുകയും ചെയ്തത്. അപ്പോൾ ഈ ചിറ്റാക്കൽ വരെ എത്തിച്ച ഈ വ്യക്തി തന്നെയാണ് എൻ്റെ ഈ ബൈക്ക് പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പുള്ളി അത് അഴിച്ച് മൊത്തം നശിപ്പിച്ച് വെച്ചത്. കഴിഞ്ഞ 16-ാം തീയതി രാവിലെയാണ് ബൈക്ക് കൊണ്ടുപോകാനായി പിക്കപ്പ് വാൻ സ്ഥലത്തെത്തിയത്. എന്നാൽ ബൈക്ക് കാണാനില്ലായിരുന്നു. തുടർന്ന് സമീപത്തെ വീട്ടുമുറ്റത്ത് പൂർണ്ണമായും തകർത്ത നിലയിൽ ബൈക്ക് കണ്ടെത്തുകയായിരുന്നു. വീട്ടിലെ യുവാവിനോട് കാര്യം ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയതായും സോജൻ പറഞ്ഞു. ഇതേ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. 2-ാം ദിവസം അത് ഞാൻ അറിയുന്നില്ല. 2-ാം ദിവസമാണ് ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പ്രദീപിനെ അയക്കുന്നത്. പ്രദീപ് അവിടെ ചെല്ലുമ്പോഴാണ് അന്വേഷിക്കുമ്പോഴാണ് സംഗതി വണ്ടി അവിടെ അഴിച്ചു വെക്കുന്നതും പുള്ളിയോട് മോശമായി പെരുമാറുകയും വണ്ടി തെരുവിലെന്ന് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസിൽ ഇൻഫോം ചെയ്യുകയും അവിടെ പരാതി കൊടുക്കുകയും ചെയ്തു. ഇത് സംഭവിക്കുന്നത് 16-ാം തീയതിയാണ്. അന്ന് തന്നെ പരാതി കൊടുത്തു. പോലീസിൻ്റെ സഹായത്തോടുകൂടി ആ വണ്ടി റിക്കവർ ചെയ്തിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് കാക്കാഞ്ചലിലുള്ള അനീഷിൻ്റെ വർക്ക്ഷോപ്പിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ, വാട്ടർ ഫിൽറ്റർ, വാട്ടർ ഹീറ്റർ, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക് ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.